എടി മായേ, നിന്റെ ഭർത്താവിനെ ഞാനിന്നൊരു പെണ്ണിന്റെ കൂടെ ഷോപ്പിംഗ് മാളിൽ വെച്ച് കണ്ടല്ലോ. നിനക്ക് ആളെ മാറിയതാകും, അതെന്റെ അശോകേട്ടനൊന്നും ആവില്ല. തന്നടി, എനിക്ക് നിന്റെ ചേട്ടനെ കണ്ടാൽ മനസ്സിലാവില്ലേ? നീ വെറുതെ എന്നെ പേടിപ്പിക്കല്ലേ. ഉറ്റ കൂട്ടുകാരി സിന്ധുവിന്റെ വാക്കുകൾ മായയെ പേടിപ്പിച്ചു. ഞാൻ സത്യാ പറഞ്ഞേ, അവർ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കൈകോർത്ത് കെട്ടിപ്പിടിച്ചാ നടന്നത്. നീ പറയുന്നതൊക്കെ സത്യമാണോ സിന്ധു? അങ്ങേരെ എന്നെയും പിള്ളേരെ മറന്ന് ദുബൈയിൽ വേറെ പെണ്ണിനോടൊപ്പം കറങ്ങി നടക്കുന്നുവെന്ന് വിശ്വസിക്കാൻ എനിക്ക് പറ്റില്ലടി. നീ വിശ്വസിച്ചേ പറ്റൂ. എന്തായാലും ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞ് നിന്റെ ചേട്ടനെ പറ്റി ഒന്ന് അന്വേഷിക്കാൻ പറയാം. എടി, അങ്ങേരുടെ സ്വഭാവത്തിൽ എനിക്ക് മാറ്റമൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. 1 വർഷം കൂടുമ്പോൾ നാട്ടിൽ വരാറുണ്ട്. മാസം ചിലവിന് പൈസ അയക്കാറുണ്ട്. എന്നുവെച്ച് വേറെ ബന്ധം പാടില്ലെന്ന് ഉണ്ടോ? നീ എൻ്റെ അടുത്ത കൂട്ടുകാരി ആയോണ്ടാ നിന്നെ വിളിച്ച് ഈ കാര്യം ഞാൻ പറഞ്ഞത്. നീ പറ്റിക്കപ്പെടാൻ പാടില്ലല്ലോ. അത് കേട്ടപ്പോൾ മായയ്ക്ക് സങ്കടമായി. ഏട്ടന് വേറെ ബന്ധമുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ ഇത് സഹിക്കും? നീ സഹിച്ചേ പറ്റൂ. തെളിവ് സഹിതം ഞാൻ തരാം. ബന്ധുക്കളെ എല്ലാവരെയും അറിയിച്ച് നഷ്ടപരിഹാരവും വിവാഹമോചനവും വാങ്ങി നീ പോണം. നീ പറയുന്നത് കേട്ടിട്ട് എനിക്ക് പേടിയാകുന്നു സിന്ധു. ഞാൻ റിയാലിറ്റി പറഞ്ഞതേ ഉള്ളൂ. പരസ്ത്രീ ബന്ധമുള്ള ഭർത്താവിനെ നിനക്ക് എല്ലാം അറിഞ്ഞിട്ടും സ്നേഹിക്കാൻ പറ്റുമെങ്കിൽ ആയിക്കോ. എന്തായാലും നിന്റെ അശോക് ചേട്ടനെ പറ്റി ഞാനൊന്ന് അന്വേഷിച്ചിട്ട് പറയാം. സിന്ധു ഫോൺ വെച്ചപ്പോൾ മായ മുഖം പുത്തി പൊട്ടിക്കരഞ്ഞു. 10 വർഷമായി ഗൾഫിൽ ജോലിയുള്ള അശോകിൻ്റെയും മായയുടെയും വിവാഹം കഴിഞ്ഞിട്ട് 9, 7 വയസ്സുള്ള 2 കുട്ടികളുണ്ട്. ഓരോ വർഷം കൂടുമ്പോഴും ലീവിന് വരാറുണ്ട്. വരുമ്പോൾ തന്നെയും മക്കളെയും പൊന്നു പോലെ നോക്കും. എല്ലായിടത്തും കറങ്ങാൻ കൊണ്ടുപോകും. ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിത്തരും. ലീവ് കഴിഞ്ഞു പോകുന്നവരെ തങ്ങൾക്ക് മധുവിധുവാണ്. അവളെ എത്ര സ്നേഹിച്ചാലും അശോകന് മതി വരില്ല. കെട്ടിപ്പിടിച്ചു കിടന്നേ ഉറങ്ങും. ഇത്രയും നാൾ കാണാതിരിക്കുന്നതിൻ്റെ ആണെന്ന് അവൾ വിചാരിക്കും. അവൾക്കും ഇഷ്ടമാണ് അശോകിൻ്റെ സ്നേഹവും സ്നേഹസമീപനവും ആക്രാന്തവും ഒക്കെ. 2 മാസത്തെ ലീവ് 2 ആഴ്ച കൊണ്ട് തീർന്ന പോലെ തോന്നും. സ്വർഗം പോലെ ഒരു ജീവിതവും സ്നേഹസമ്പന്നനായ ഭർത്താവ് ഉള്ളതിൽ അഹങ്കരിച്ചിരുന്നു. ജീവന് തുല്യം സ്നേഹിക്കുന്ന ഭർത്താവിന് മറ്റൊരു ബന്ധമുണ്ടെന്ന് കേൾക്കുന്നത് സഹിക്കില്ല. അത് സത്യമാണെങ്കിൽ തന്നോട് കാണിക്കുന്ന സ്നേഹം കള്ളമാണോ? അങ്ങനെയാണെങ്കിൽ തന്നെ അയാളെ പിരിഞ്ഞ് അവൾക്ക് ജീവിക്കാൻ കഴിയുമോ? +2 വിദ്യാഭ്യാസം മാത്രമുള്ള മായയ്ക്ക് എന്ത് ജോലി കിട്ടും? ഇങ്ങനെയൊക്കെ പോയി അവളുടെ ചിന്ത. മക്കൾക്ക് 2 പേർക്കും അച്ഛന് ജീവനാണ്. അച്ഛൻ വരുന്നതും കാത്ത് ദിവസങ്ങൾ എണ്ണി എണ്ണി അവർ ഇരിക്കും. എല്ലാം ഓർത്തപ്പോൾ മായയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. 1 ആഴ്ച കഴിഞ്ഞു. സിന്ധുവിൻ്റെ ഒരു മെസ്സേജ് ഫോണിൽ വന്നപ്പോൾ മായ അത് നോക്കി. അശോകേട്ടൻ ഒരു പെണ്ണിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നു. അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. പരിസരം മറന്ന് അവർ ചുംബിക്കുകയും ഇണക്കുരുവികളെപ്പോലെ മുട്ടി ഒരുമി നടക്കുകയും ചെയ്യുന്നുണ്ട്. നിന്റെ ചേട്ടൻ്റെ ഗൾഫിലുള്ള ലീലാവിലാസങ്ങൾ നീ കണ്ടല്ലോ. പബ്ലിക്കായിട്ട് ഇവരിങ്ങനെ നടക്കുമ്പോൾ ഒറ്റയ്ക്കുള്ളപ്പോൾ എങ്ങനെയാണെന്ന് നിനക്ക് ഊഹിക്കാലോ. എൻ്റെ ഏട്ടൻ അന്വേഷിച്ചപ്പോൾ ഇവർ 2 ആളും 3 വർഷമായി ഒരേ ഫ്ലാറ്റിലാണ് താമസം. അതുപോലെ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ. അവൾക്കും നാട്ടിൽ ഭർത്താവും മക്കളും ഒക്കെ ഉണ്ട്. ഇനിയെങ്കിലും നിന്റെ ചേട്ടൻ്റെ കപടമുഖം മനസ്സിലാക്കിയാൽ നിനക്ക് കൊള്ളാം. സിന്ധു അവളെ ഉപദേശിച്ചു. എല്ലാ തെളിവുകളും മുന്നിൽ നിരത്തിയാണ് സിന്ധു പറഞ്ഞത്. അത് തൻ്റെ ഭർത്താവ് തന്നെയാണ്. 2 വർഷമായി അയാൾ തന്നെ ചതിക്കുകയായിരുന്നു. ഒരു സംശയവും തോന്നിയില്ല. അല്ലെങ്കിൽ അതിനിട നൽകിയിട്ടില്ല. ഞാനിനി എന്ത് ചെയ്യും സിന്ധു? എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അശോകേട്ടനെ വെറുക്കാനും പറ്റണില്ല. മായ കരഞ്ഞു. മറ്റൊരു പെണ്ണിൻ്റെ ചൂട് തേടിപ്പോയ അയാളെ ഉപേക്ഷിക്കാനേ ഞാൻ പറയൂ. മാസാമാസം മക്കൾക്ക് ചിലവിന് തരാൻ പറയും. നീയും വല്ല ജോലിക്കുമ്പോൾ എന്തിനാ ഇങ്ങനെ ഒരുത്തനെ നിനക്ക്? സിന്ധു പുച്ഛിച്ചു. എൻ്റെ പിള്ളേരുടെ അച്ഛനെ ഉപേക്ഷിക്കാൻ എനിക്ക് കഴിയില്ല സിന്ധു. അവർക്ക് എന്നെക്കാൾ ഇഷ്ടം അവരുടെ അച്ഛനെയാണ്. നിന്നെ വഞ്ചിച്ച ഒരാളുടെ കൂടെ നിനക്ക് ഇനിയും ജീവിക്കാൻ പറ്റുമെങ്കിൽ ഹായിക്കോ. സിന്ധു ദേഷ്യത്തിൽ കോൾ വെച്ചു. മായ കുറേ ആലോചിച്ചു. അശോകേട്ടനെ പിരിയാൻ അവൾക്ക് കഴിയില്ല. വികാരം പിടിച്ചു വയ്ക്കാൻ ഏട്ടന് കഴിയാത്തതുകൊണ്ടാകും മറ്റൊരു പെണ്ണിൻ്റെ ചൂട് തേടിപ്പോയത്. അപ്പോഴും തന്നെയും മക്കളെയും ഒരു കുറവും കൂടാതെ നോക്കി. മാസം ചിലവിന് പൈസ അയക്കും. അശോകേട്ടനെ ഉപേക്ഷിച്ച് ചെന്നാൽ സ്വന്തം വീട്ടിൽ പോലും കയറ്റില്ല. ഈ നിൽക്കുന്ന വീട് പോലും തൻ്റെയും ഏട്ടൻ്റെയും പേരിലാണ് ഏട്ടൻ വാങ്ങിയത്. ഡിഗ്രി തോറ്റ് തനിക്ക് ഓഫീസ് ജോലിയൊന്നും എന്തായാലും കിട്ടില്ല. ഇപ്പോൾ ജീവിക്കുന്ന ഈ സൗഭാഗ്യവും ഉണ്ടാകില്ല. മക്കൾ തന്നെ മാത്രമേ പഴി പറയൂ. ആ വർഷം അശോകൻ ലീവിന് വന്നു. മായ ഒന്നും അറിയാത്തതുപോലെ തന്നെ അയാളെ സ്വീകരിച്ചു. മക്കൾ ഉറങ്ങിയ ശേഷം രാത്രിയിൽ അശോകൻ അവളെ അടുത്ത് വിളിച്ചിരുത്തി കെട്ടിപ്പുണർന്നു. ആദ്യ രാത്രിയിൽ എന്ന പോലെ ഉമ്മകൾ കൊണ്ട് മൂടി. എല്ലാ തവണയും ഇതൊക്കെ അവളും ആസ്വദിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എന്തോ മായയ്ക്ക് അതിന് കഴിയുന്നില്ല. വേറെ ഒരു പെണ്ണിൻ്റെ വിയർപ്പ് പറ്റിയ ശരീരമാണിത്. ആ ചിന്ത മനസ്സിലേക്ക് വന്നതും അവളിൽ വികാരമൊന്നും ഉണ്ടാക്കിയില്ല. ഉള്ളിൽ നിറയെ സങ്കടമായിരുന്നു. അയാൾക്ക് വേണ്ടി അവൾ സന്തോഷം അഭിനയിച്ചു. അശോകിന് തന്നെ പറ്റിക്കുന്നതിൽ ഒരു കുറ്റബോധവും ഇല്ലല്ലോ എന്നാണ് അവൾ ചിന്തിച്ചത്. അയാൾ എല്ലാ വരവിലെയും പോലെ തികഞ്ഞ ഒരു ഭർത്താവായിരുന്നു.
ടൂർ കൊണ്ടുപോവുകയും ഡ്രസ്സ് എടുത്തു കൊടുക്കുകയും ഒക്കെ ചെയ്തു. ഇടയ്ക്ക് മാറി നിന്ന് ദുബായിലെ കാമുകിയെ വിളിക്കുമ്പോൾ സംസാരിക്കുന്നത് മായ ശ്രദ്ധിച്ചു. അച്ഛൻ്റെ ഒപ്പം മക്കൾ ഹാപ്പിയാണ്. അവളും ഹാപ്പിയാകുവാൻ ശ്രമിച്ചു. 2 മാസത്തെ ലീവ് കഴിഞ്ഞ് അശോകൻ തിരിച്ചുപോയി. ആഴ്ചകൾ കഴിഞ്ഞു. സിന്ധു വീണ്ടും വിളിച്ചു. നിന്റെ ചേട്ടനെ ആ പെണ്ണിന്റെ കൂടെ ഞാൻ ഇന്നും കണ്ടു. പഴയ പോലെ കെട്ടിപ്പിടിച്ച് തന്നെയാ രണ്ടിൻ്റെയും നടപ്പ്. സ്വന്തം ഇണയെ ചതിക്കുന്ന ഒരു കുറ്റബോധവും അവർക്കില്ല. മായ എല്ലാം വെറുതെ മൂളി കേൾക്കുകയാണ്. നീ എന്താ മൂളുന്നത്? ഒന്നും പറയാനില്ലേ? ഞാൻ എന്തു പറയാന്? ഇനി അയാളെ സഹിക്കുന്നത് എന്തിനാ? കളഞ്ഞിട്ട് പൊക്കൂടെ? എങ്ങോട്ട് പോകും? നിന്റെ വീട്ടിൽ. എന്നിട്ട് ജോലിക്ക് പോയി ജീവിക്കണം നീ. ഡിഗ്രി തോറ്റ എനിക്ക് ചെറിയ ജോലി എന്തെങ്കിലുമാണ് കിട്ടുക. ഉള്ളത് കൊണ്ട് ജീവിക്കാൻ പഠിക്കണം. ഞാൻ ഉള്ളത് കൊണ്ട് ജീവിക്കും. പക്ഷെ എൻ്റെ മക്കൾ അങ്ങനെ ജീവിക്കില്ല. എന്നേക്കാൾ അവർക്കിഷ്ടം അവരുടെ അച്ഛനെയാണ്. അവരുടെ അച്ഛൻ കൊടുക്കുന്ന സൗഭാഗ്യം എനിക്ക് കൊടുക്കാൻ ഒരിക്കലും കഴിയില്ല. മക്കളും കഷ്ടപ്പാടറിയട്ടെ. ഇല്ല സിന്ധു, ഞാൻ ഒരിക്കൽ തമാശയായി നിങ്ങളുടെ അച്ഛനെ അമ്മ വേണ്ട എന്ന് വെച്ചാൽ കൂടെ വരുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ ഇല്ലെന്നാണ് പറഞ്ഞത്. എനിക്കെൻ്റെ മക്കളെ വേണം സിന്ധു. അവരെന്നെ വെറുക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. പിന്നെ എൻ്റെ വീടെന്ന് നീ പറഞ്ഞത് എൻ്റെ വീടല്ല, അത് എൻ്റെ ആങ്ങളയുടെ വീടാ. അതിഥിയെപ്പോലെ അവിടെ ചെന്ന് ഒരാഴ്ച നിന്ന് വരാം. അല്ലാതെ അശോകേട്ടനെ ഉപേക്ഷിച്ചു പോയാൽ എനിക്ക് അവിടെ ഒരു സ്ഥാനവും ഉണ്ടാവില്ല. ആരുമില്ലാതെ ഞാൻ അനാഥയാവും. എന്തായാലും അശോകേട്ടൻ എനിക്കും മക്കൾക്കും കുറവൊന്നും വരുത്തുന്നില്ല. എൻ്റെ മക്കൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഈ തെറ്റ് ഞാൻ ക്ഷമിച്ചു. ഇനി ഇത് പറഞ്ഞ് നീ എന്നെ വിളിക്കേണ്ട സിന്ധു. മായ ഫോൺ വെച്ചു. അവളോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് സിന്ധുവിന് തോന്നി. ഇങ്ങനെയും മായമാരുണ്ടാകുമെന്ന് കരുതി അവൾ സമാധാനിച്ചു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.